ഹായ് മക്കളെ, എടാ +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൊല്യൂഷൻസ് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഷോർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാണ് നമ്മൾ ഇന്ന്. അപ്പം മക്കളെ, ആ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ടൈം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് കണ്ടൻസും കവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മക്കളെ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് നമുക്കറിയാം, സൊല്യൂഷൻസ് എന്നാണ്. എടാ എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ മക്കൾ ഓർത്ത് വെക്കണേ. എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് 2 or more കമ്പോണന്റ്. രണ്ടോ അതിൽ കൂടുതൽ കമ്പോണന്റോ അടങ്ങിയിട്ടുള്ള ഹോമോജീനിയസ് മിക്സ്ചർ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൊല്യൂഷനിൽ സോൾവെന്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആരുണ്ടായിരിക്കും മക്കളെ? സൊല്യൂട്ട് ഉണ്ടായിരിക്കും. സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട് കൂടിയാലാണ് എനിക്കൊരു സൊല്യൂഷൻ കിട്ടുക. സോൾവെന്റിന് ഞാൻ എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, സൊല്യൂട്ടിന് ഞാൻ ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇപ്പൊ സോൾവെന്റ് പ്ലസ് സൊല്യൂട്ടാണ് ഒരു സൊല്യൂഷൻ. എടാ രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺസെൻട്രേഷൻ ടേമുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മൊളാരിറ്റി, ക്യാപിറ്റൽ ലെറ്റർ എം. എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷനാ. ഒരു ലിറ്റർ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? മൊളാരിറ്റി എന്ന് വിളിക്കുക. അതിൻ്റെ യൂണിറ്റ് മൊളാറ. മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ എം കാണാനുള്ള ഇക്വേഷനാണ് WB/MB × 1000 ഡിവൈഡഡ് ബൈ VML. പഠിച്ചു വെക്കണേ. മൊളാരിറ്റി M ഈസ് ഈക്വൽ ടു WB/MB × 1000 VML. എടാ മക്കളെ, നിങ്ങൾ W എന്ന് കണ്ടാൽ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കണം അത് ഗിവൺ മാസ് ആണ്. എം എന്ന് കണ്ടാൽ മക്കളുടെ മനസ്സിലോട്ട് വരേണ്ടത് മോളാർ മാസ് ആണ്. അപ്പൊ WB എന്ന് പറഞ്ഞാൽ ആരാ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ടാ. MB എന്ന് പറഞ്ഞാൽ ആരാ? മൊളാർ മാസ് ഓഫ് സൊല്യൂട്ടാ. VML ആരാ? വോളിയം ഇൻ മില്ലി ലിറ്ററാ. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ബി സൊല്യൂട്ട് ആണെന്ന് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. എടാ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram NaOH ഇൻ 450 ml സൊല്യൂഷനാ. നമുക്കറിയാം മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB/MB × 1000 ഡിവൈഡഡ് ബൈ VML. എടാ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്, 5 gram ആണ് സൊല്യൂട്ട്. 5 മൊളാർ മാസ് എങ്ങനെ കാണുക? NaOHന്റെ മൊളാർ മാസ് എത്രയാടാ? സോഡിയം എത്രയാ? 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1, ടോട്ടൽ 40 ആണ് മൊളാർ മാസ്. അപ്പോൾ 40 × 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ ക്വസ്റ്റ്യനിൽ ഉണ്ട്, ദാറ്റ് ഈസ് 450 ml, 450 ml. മക്കളെ ഇത് ചെയ്താൽ നിങ്ങൾക്ക് മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് അത് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അടുത്ത കാര്യം നോക്കട്ടെ. രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാലിറ്റി സ്മോൾ ലെറ്റർ M എന്ന് പറയുന്നത്. എന്താ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻ്റാ. 1 kilogram സോൾവെൻ്റ് എടുത്താൽ അതിലെത്ര സൊല്യൂട്ട് ഡിസോൾവ് ആവുന്നുണ്ടോ ആ എമൗണ്ടിനെയാണ് നിങ്ങൾ മൊളാലിറ്റി സ്മോൾ ലെറ്റർ M എന്ന് വിളിക്കുക. അതിനെ മൊളാൽ എന്നാ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ സ്മോൾ ലെറ്റർ M ഈസ് ഈക്വൽ ടു WB/MB × 1000 ഡിവൈഡഡ് ബൈ WA. ഇതാണ് നമ്മുടെ മൊളാലിറ്റി സ്മോൾ ലെറ്റർ M കാണാനുള്ള ഇക്വേഷൻ. താഴെ ഒരു ടേം മാറി. ഇവിടെ VML ആയിരുന്നത് ഇപ്പോൾ WA ആയി. എന്താ WAൻ്റെ ഫുൾ ഫോം? എടാ ഗിവൺ മാസ് ഓഫ് സോൾവെന്റ്. ഞാൻ പറഞ്ഞു W കണ്ട ഗിവൺ മാസ്, A എന്ന് കണ്ട സോൾവെന്റ്, ഇപ്പൊ ഗിവൺ മാസ് ഓഫ് സോൾവെന്റ്. ഓക്കെ. മൂന്നാമത്തെ ടേം ആണ് മക്കൾക്ക് പഠിക്കാനുള്ളത്, ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷനാ. എടാ 2 കമ്പോണന്റ് ഉള്ള ഒരു സൊല്യൂഷൻ എടുത്തു, A ആൻഡ് B. 2 കമ്പോണന്റാ, എയും ബിയും. അതിൽ എന്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞാൽ കൈ എ എന്നാ വിളിക്കുക. കൈ എ എന്താ വായിക്കുക? മോൾ ഫ്രാക്ഷൻ ഓഫ് എ. ബിന്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞാൽ കൈ ബി.
മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. മോൾ ഫ്രാക്ഷൻ ഓഫ് എ കാണാൻ പറഞ്ഞാൽ Na/Na+NB, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ബിയുടെ മോൾ ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞാൽ NB ഡിവൈഡഡ് ബൈ Na+NB, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. മക്കളെ ഒരു കാര്യം കൂടി പഠിക്കണേ, കൈ പ്ലസ് കൈ ബി കൂട്ടിയാൽ, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കൂട്ടിയാൽ മക്കൾക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കൂട്ടിയാൽ അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മോൾ ഫ്രാക്ഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. എടാ ക്വസ്റ്റ്യൻ നോക്ക്. മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ആർ മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ. ശരിയാണ്. വിച്ച് ഓഫ് ദീസ് ആർ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്? ഈ തന്നിരിക്കുന്ന 3 ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യാത്തത് ആരാണ്? എടാ മൊളാരിറ്റി ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യും. പഠിച്ചോ? മൊളാരിറ്റി ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യൂല. മൊളാരിറ്റി മാത്രമേ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യൂ. മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യാറില്ലടാ? ഡിപ്പെൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് മോൾ ഫ്രാക്ഷൻ? അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മോൾ ഫ്രാക്ഷൻ എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് കിടക്കുകയാണ് സോലിബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ? സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ അല്ലെങ്കിൽ സോൾവെന്റിൽ എത്ര സൊല്യൂട്ട് മാക്സിമം ഡിസോൾവ് ആയിട്ടുണ്ടോ ആ എമൗണ്ടിനെയാണ് നിങ്ങൾ സോലിബിലിറ്റി എന്ന് വിളിക്കുക. എന്താ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ അല്ലെങ്കിൽ സോൾവെന്റിൽ മാക്സിമം എത്ര സൊല്യൂട്ടിന് ഡിസോൾവ് ആകാൻ പറ്റും എന്നുള്ള ആ എമൗണ്ടിനെയാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് വിളിക്കുക. ആ സോലിബിലിറ്റിയിൽ നിങ്ങളോട് ചോദിക്കാറുള്ളത് മക്കളെ, സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ്. ഒരു ഗ്യാസ് ലിക്വിഡിൽ വന്ന് ഡിസോൾവ് ആകുമ്പോഴുള്ള സോലിബിലിറ്റി. അതിൽ നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ലോ ആണ് ഹെൻറീസ് ലോ. പഠിച്ചു വെക്കണം. ഹെൻറീസ് ലോക്ക് 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ പറയണെന്ന് അറിയോ? കേട്ടോ, എന്താ ഹെൻറീസ് ലോ പറയണത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത് ദ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദി ഗ്യാസ്. അതായത് സോലിബിലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ ആണ്. ഒരു ഗ്യാസിന്റെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ സോലിബിലിറ്റിയും കൂടും. ആ ഗ്യാസ് നന്നായിട്ട് ലിക്വിഡിൽ ഡിസോൾവ് ആവും. അതായത് സോലിബിലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ ആണ് എന്ന് പറയുന്നു. ഏത് ലോ? ഹെൻറീസ് ലോ. അതുപോലെ തന്നെ ഹെൻറീസ് ലോന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ, ഒരാളുടെ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷനാ. പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ മോൾ ഫ്രാക്ഷൻ ആണ് എന്ന് പറയുന്ന റൂളും ഏത് റൂള് തന്നെയാടാ? അതും ഹെൻറീസ് ലോ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയും പറയാം, സോലിബിലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ എന്നും പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നും പറഞ്ഞാൽ രണ്ടും ഏത് റൂള് തന്നെയാണ് മക്കളെ? അത് ഹെൻറീസ് ലോ ആണ്. അപ്പൊ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ? പ്രഷർ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. പ്രഷർ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. ഈ KHന്റെ പേര്, KH എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് മക്കളെ ഹെൻറീസ് കോൺസ്റ്റന്റ്. KHന്റെ പേരാണ് ഹെൻറീസ് കോൺസ്റ്റന്റ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, KH കൂടുമ്പോൾ സോലിബിലിറ്റി കുറയാണ് ചെയ്യുക. ഹെൻറീസ് കോൺസ്റ്റന്റ് KHന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ മക്കളെ സോലിബിലിറ്റിയുടെ വാല്യൂ അവിടെ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. KHന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക എന്നുള്ളത് മക്കൾ അവിടെ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഹെൻറീസ് ലോന്റെ 3 അപ്ലിക്കേഷൻ നിങ്ങളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഹെൻറീസ് ലോന്റെ 3 അപ്ലിക്കേഷൻ നിങ്ങളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എടാ, ഒന്ന് സോഡ മേക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്ക്യൂബ ഡൈവേഴ്സിനും ഡീപ് സീ ഡൈവേഴ്സിനൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് ബെൻഡ് എന്ന് പറയുന്നത്.
ഇനി ഹിൽ ക്ലൈംബേഴ്സ്, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹിൽ ക്ലൈംബേഴ്സിനൊക്കെ വരുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് അനോക്സിയ. അപ്പോൾ സോഡ മേക്കിങ്, ബെൻഡ്, അനോക്സിയൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ് മക്കളെ? നിങ്ങളുടെ ഹെൻറീസ് ലോയുടെ എക്സാമ്പിളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷനാണ് എന്നുള്ളത് മക്കൾ മറന്നു കളയരുത്. ഇനി അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ശ്രദ്ധിച്ചോ, എല്ലാവരും നോക്കണേ. ക്വസ്റ്റ്യൻ നോക്ക്. സ്റ്റേറ്റ് ഹെൻറീസ് ലോ പറയാൻ പറ്റും. മെൻഷൻ 2 അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. സാറ് പറഞ്ഞു ബെൻഡ്, അനോക്സിയ, ഏത് എഴുതാം. ഇനി അക്വാട്ടിക് ഓർഗാനിസംസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. വൈ? എടാ ഒറ്റ കാര്യം പഠിച്ചോ, എല്ലാവരും കേട്ടോട്ടാ. ഞാൻ ഒരു ലിക്വിഡ് എടുത്തു, ഇതൊരു ലിക്വിഡാണെന്ന് കരുതാം. ഓക്കെ, ഇതൊരു ലിക്വിഡാണ്, ഇതൊരു ലിക്വിഡാണ്. ഓക്കെ, ഈ ലിക്വിഡിൽ ഞാനൊരു ഗ്യാസിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. ഈ ലിക്വിഡിൽ ഞാനൊരു ഗ്യാസിനെ എന്ത് ചെയ്യിപ്പിക്കുന്നടാ? ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. ഒരു ലിക്വിഡിൽ ഗ്യാസ് ഡിസോൾവ് ആകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. ഒരു ലിക്വിഡിൽ ഗ്യാസ് ഡിസോൾവ് ആകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സോതെർമിക് പ്രോസസ്സാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ, എക്സോതെർമിക് ആകുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് അവിടുത്തെ സോലിബിലിറ്റി കൂടുക. ഇത് പഠിച്ചു വെക്കണേ. ഒരു ഗ്യാസിൻ്റെ ഉള്ളിൽ, ഒരു ലിക്വിഡിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഡിസോൾവ് ആകുന്ന പ്രോസസ്സ് എക്സോതെർമിക് പ്രോസസ്സാണ്. അവിടെ ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് ആ ഗ്യാസിൻ്റെ എന്ത് കൂടുക? സോലിബിലിറ്റി കൂടുക എന്നുള്ളത് മക്കൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നോക്കടാ, അക്വാട്ടിക് അനിമൽസ് കോൾഡ് വാട്ടറിലാണ് കംഫർട്ടബിൾ. കാരണം എന്താ? കോൾഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ ആ വെള്ളത്തിൽ നന്നായിട്ട് ഗ്യാസുകളൊക്കെ ഡിസോൾവ് ആവും. അതുകൊണ്ടാണ് ഓക്സിജൻ പോലുള്ള ഗ്യാസുകളൊക്കെ കോൾഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറവല്ലേ, അപ്പം നന്നായിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ആകും. അതുകൊണ്ടാണ് അക്വാറ്റിക് ആനിമൽസ് ഒക്കെ മക്കളെ എവിടെ നന്നായിട്ട് താല്പര്യപ്പെടുന്നു? കോൾഡ് വാട്ടറിൽ. റെഡി? അപ്പം അത് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് അടുത്ത ഒരു ലോ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് റൗൾസ് ലോ. റൗൾസ് ലോ പറയുന്നത്, എടാ നിങ്ങൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക. ആ ഒരു സൊല്യൂഷനിൽ 2 ലിക്വിഡുകൾ അടങ്ങിയ ഒരു സൊല്യൂഷനാണ്. പിന്നെ കയ്യിൽ 2 ലിക്വിഡ് ഉണ്ട്, എ ആൻഡ് ബി. ഇവർ അടങ്ങിയ സൊല്യൂഷനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഓരോ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ, അതായത് ഇതിലുള്ള ഓരോ കമ്പോണൻറ്റിൻ്റെയും എന്തിൻ്റെ പ്രഷർ? വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷനാണ്. എന്താ പറഞ്ഞത്? എൻ്റെ വേപ്പർ പ്രഷർ എൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷണലാ. ബി എന്ന് പറയുന്ന ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ ബി എന്ന് പറയുന്ന ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷണലാ. എടാ ഇവിടുന്ന് ഇക്വേഷൻസ് ആണ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടത്. പി എ ഈസ് ഈക്വൽ ടു P0A കൈ എ, പി ബി ഈസ് ഈക്വൽ ടു P0B കൈ ബി. ഓക്കെ, ഇനി ടോട്ടൽ പ്രഷർ കാണണം. പി ടോട്ടൽ കാണാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് PA പ്ലസ് PB എന്നുള്ളതാണ്. ഈ ഇക്വേഷൻസ് മക്കൾ റൗൾസ് ലോയിൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ആരാ പി എന്ന് പറഞ്ഞ വേപ്പർ പ്രഷർ ഓഫ് എ, കൈ ആര മോൾ ഫ്രാക്ഷൻ ഓഫ് എക്ക് പ്രപ്പോർഷണലാ. അപ്പൊ സാർ ഇവിടെ ഒരു P0A ഒന്നല്ല, അതാരാ? എടാ P0A എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ അല്ലാതെ എ തനിയെ നിൽക്കുമ്പോൾ, എ ഒറ്റക്ക് നിൽക്കുമ്പോഴുള്ള എൻ്റെ വേപ്പർ പ്രഷറാണ് P0A എന്ന് പറയുന്നത്. അതായത് എ ഒറ്റക്ക് നിൽക്കുമ്പോഴുള്ള അയാളുടെ വേപ്പർ പ്രഷറാണ് P0A എന്ന് പറയുന്നത്. ബി ഒറ്റക്ക് നിൽക്കുമ്പോൾ അയാളുടെ വേപ്പർ പ്രഷറാണ് P0B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ മക്കൾ എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കണം. എന്താ പറഞ്ഞത്? നമ്മളൊരു ലിക്വിഡിൻ്റെ സൊല്യൂഷൻ എടുത്താൽ അതിലുള്ള ഓരോ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷറുകൾ അവരുടെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷണലാ. ആ ലോനെ വിളിക്കുന്ന പേരാണ് റൗൾസ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റവോൾസ് ലോ എന്നൊക്കെ പറയും ചില മക്കൾ. ഓക്കെ, യെസ്, എന്തായാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. റെഡി? യെസ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്താന്ന് പഠിക്കും. എടാ റൗൾസ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ്റെ പേരാണ്
ഐഡിയൽ സൊല്യൂഷൻ. എന്താ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയോ? ദീസ് ആർ സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ ഓവർ എൻറ്റയർ കോൺസെൻട്രേഷൻ. ഏത് കോൺസെൻട്രേഷൻ എടുത്താലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഏത് കോൺസെൻട്രേഷൻ എടുത്താലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷനിന്റെ കണ്ടീഷൻസ് ആണ് നോക്കണം. റൗൾസ് ലോ ഒബേ ചെയ്യുമല്ലോ. അപ്പൊ ദാ പി എ ഈസ് ഈക്വൽ ടു P0A കൈ എ, റൗൾസ് ലോന്റെ ഇക്വേഷൻ ഒബേ ചെയ്യും. പി ബി ഈസ് ഈക്വൽ ടു P0B കൈ ബി, റൗൾസ് ലോന്റെ ഇക്വേഷൻ ഒബേ ചെയ്യും. ഇനി നോക്ക്, ഡെൽറ്റ എച്ച് മിക്സ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാൾക്കാരെ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അവിടെയുള്ള എൻതാൽപി ചേഞ്ച് മാറ്റം ഉണ്ടാവില്ല, 0 ആയിരിക്കും. ഡെൽറ്റ വി മിക്സ് 0 ആയിരിക്കും. വോളിയത്തിന്റെ ചേഞ്ചും 0 ആയിരിക്കും. ഇനി എന്താണെന്നറിയോ? എ ആരാ? എ സോൾവെന്റ് ഇൻട്രാക്ഷനും ബി ബി ആരടാ? സൊല്യൂട്ട് ഇൻട്രാക്ഷനും ഈക്വൽ ടു എ ബി ഇൻട്രാക്ഷൻ. സോൾവെന്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ഈക്വലാ. എ ഇൻട്രാക്ഷനും ബി ബി ഇൻട്രാക്ഷനും എ ബി ഇൻട്രാക്ഷൻ ഈക്വൽ ആണ്. ഇനി മക്കളെ ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നോർമൽ ഹെക്സൈന്, എൻ ഹെക്സൈനും അതുപോലെ തന്നെ എൻ ഹെപ്റ്റൈനും ഏത് സൊല്യൂഷൻ എക്സാമ്പിൾ ആടാ? ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിളുകളാ. നിങ്ങൾക്ക് അറിയുന്ന ക്ലോറോ ഈഥൈനും ബ്രോമോ ഈഥൈനൊക്കെ ഏത് സൊല്യൂഷൻ എക്സാമ്പിളാ? ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിളാ. ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിളാ. അപ്പൊ ഇതൊക്കെ ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിളാ. ബെൻസീനും ടൊളുവീനും ഒക്കെ ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിളുകളാണ് എന്ന് മക്കളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഐഡിയൽ പറയുമ്പോൾ അതിന്റെ ഗ്രാഫും കൂടി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണേ. എടാ ഈ ഗ്രാഫ് നിങ്ങൾ പഠിക്കേണ്ട ഗ്രാഫാ. നോക്ക്, എക്സ് ആക്സിസിൽ ഞാൻ മോൾ ഫ്രാക്ഷൻ, വൈ ആക്സിസിൽ ഞാൻ വേപ്പർ പ്രഷറും വരച്ചു. ഇനി എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ, വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ. ഇവിടെ കൈ എ 1 കൈ ബി 0. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കൈ എ 0 കൈ ബി 1. ഇവിടെ കൈ ബി അല്ലേ 0. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുന്ന ലൈന് പി ബിയുടെ ലൈന്, അത് എൻഡ് ചെയ്യുന്ന പോയിന്റ് P0B. ഇവിടെ കൈ എ ആണല്ലോ 0. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുന്ന ലൈന് പി എയുടെ ലൈന്, അത് എൻഡ് ചെയ്യുന്ന ലൈന് P0A. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ലൈനാണ് ടോട്ടൽ പ്രഷറിന്റെ ലൈന് PA പ്ലസ് PB. മക്കളെ ഇത് ഞാൻ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല, ഇത് നിങ്ങൾ വരച്ച് പഠിക്കണം. റൗൾസ് ലോന്റെ ഗ്രാഫ് അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ മക്കൾ ഈ ഗ്രാഫ് വരച്ച് പഠിക്കണം. ഇത് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇത് നിങ്ങൾ സിമ്പിളായിട്ട് വരച്ച് പേപ്പറിൽ എഴുതി പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി ഐഡിയൽ സൊല്യൂഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ സൊല്യൂഷന്റെ പേരാണ്, ക്വസ്റ്റ്യനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ, ഡയറക്റ്റ് ആയിരിക്കും. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? അതിൻ്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഉണ്ടാവാറ്. ഓക്കെ, ഇനി എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാ? റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ ആരാ നോൺ ഐഡിയൽ സൊല്യൂഷൻ? റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനുകളെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുക. റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഇനി നോക്കണം, ആ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. ഐഡിയൽ സൊല്യൂഷൻ എന്തായിരുന്നു? PA ഈക്വൽ ടു P0A കൈ എ, PB ഈക്വൽ ടു P0B കൈ ബി. നോൺ ഐഡിയൽ ആകുമ്പോൾ ഈക്വൽ ടു എല്ലാം നോട്ട് ഈക്വൽ ടു ആക്കുക. ഇവിടെ ഈക്വൽ ടു ഉണ്ടായിരുന്ന ഒരു വെട്ട്, ഇവിടെ ഒരു വെട്ട്, ആ വെട്ട് ഉദ്ദേശിക്കണം എന്താ? നോട്ട് ഈക്വൽ ടു. കണ്ട, ഡെൽറ്റ എച്ച് മിക്സ് നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽ ടു 0, എ ഇൻട്രാക്ഷനും ബി ബി ഇൻട്രാക്ഷനും നോട്ട് ഈക്വൽ ടു എ ബി ഇൻട്രാക്ഷൻ. ഐഡിയലിൽ ഈക്വൽ ആയ കാര്യങ്ങളെല്ലാം നോൺ ഐഡിയലിൽ നോട്ട് ഈക്വൽ ആക്കിയാൽ മക്കളെ അവിടെ പരിപാടി തീർന്നു എന്നുള്ളതാ. ഇനി ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് റൗൾസ് ലോയിൽ നിന്ന് 2 ഡീവിയേഷൻ കാണിക്കും. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്, അതാണ് പറയാൻ പോണത്. ഒന്നാമത്തത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരും രണ്ടാമത്തത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരും. അപ്പോൾ ഒന്നാമത്തെ ആൾക്കാർ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാർ, രണ്ടാമത്തെ ആൾക്കാർ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾ. എടാ ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് പഠിക്കരുത്. എന്താ കാരണം എന്നറിയോ? ഐഡിയൽ സൊല്യൂഷൻ്റെ അതേ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതുക. പക്ഷേ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഇവിടെ എല്ലാം ഗ്രേറ്റർ ആയിരിക്കും. കണ്ട, PA ഗ്രേറ്റർ ദാൻ, PB ഗ്രേറ്റർ ദാൻ,
ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ, ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ, എ ഇൻട്രാക്ഷൻ ബി ബി ഇൻട്രാക്ഷൻ ഗ്രേറ്റർ ദാൻ. കണ്ട, എല്ലാ സ്ഥലത്തും ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പൽ ആണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇനി എന്താ നെഗറ്റീവ് ഡീവിയേഷൻ? എല്ലാ സ്ഥലത്തും ലെസ് ദാൻ, പി എ ലെസ് ദാൻ പി സീറോ എ കൈ എ, പി ബി ലെസ് ദാൻ പി സീറോ ബി കൈ ബി. ലെസ് ദാൻ എന്നാണെങ്കിൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ എന്നാണെങ്കിൽ അത് നിങ്ങളുടെ പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പൊ കണ്ട, നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷനും വേറെ പഠിക്കേണ്ടടാ. ഐഡിയൽ സൊല്യൂഷന്റെ അതേ കണ്ടീഷൻ നിങ്ങൾ അങ്ങോട്ട് എഴുതുക, എന്നിട്ട് അതിൽ ഗ്രേറ്റർ എന്ന് കൊടുത്താൽ അത് പോസിറ്റീവ്, ലെസ് ദാൻ എന്ന് കൊടുത്താൽ അത് നെഗറ്റീവ്. എക്സാമ്പിൾ നോക്കടാ, എത്തനോളും വാട്ടറും എത്തനോളും എസറ്റോണൊക്കെ പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളാണ്. നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളാണ് HCl വാട്ടറും HNO3 വാട്ടറും, അതായത് ഒരു ആസിഡും വാട്ടറും. ഇനി ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണേ, ക്ലോറോഫോമും അസറ്റോണും കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷനാണ്. എന്തുകൊണ്ടാണ് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് സാർ ഇവിടെ എക്സ്ട്രാ എഴുതിയിട്ടുള്ളത്. ക്ലോറോഫോമും അസറ്റോണും നെഗറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായത് കൊണ്ടാണ് ക്ലോറോഫോമും അസറ്റോണും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെച്ചോ മക്കൾ. ഗ്രാഫ് ഒന്നുമില്ല, നേരത്തെ വരച്ച ഐഡിയൽ സൊല്യൂഷൻ്റെ അതേ ഗ്രാഫ്. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഗ്രാഫിലെ കർവ് ഇങ്ങനെ എല്ലാം നമ്മൾ മുകളിലൂടെ വരക്കും. ഗ്രാഫിലെ കർവുകളെല്ലാം എങ്ങനെ വരക്കും? മുകളിലൂടെ കർവാക്കി വരച്ചാൽ ഇത് നിങ്ങളുടെ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫാണ്. ഇനി ഇതേ സാധനം കർവുകളെല്ലാം താഴെ കൂടി ഇങ്ങനെ ആണെങ്കിൽ, എല്ലാ കർവും ഇങ്ങനെ താഴെ കൂടി ആണെങ്കിൽ ഇതിനെ നിങ്ങൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഇത് ഏതിൻ്റെ ഗ്രാഫാന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫാണ്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫാണെങ്കിൽ എല്ലാ കർവുകളും ഇങ്ങനെ മുകളിലൂടെയായിരിക്കും. കർവുകളെല്ലാം താഴെ കൂടി വരച്ചാൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് പഠിക്കാൻ എക്സ്ട്രാ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഓക്കെ, ഇനി അസിയോട്രോപ്പ്. എന്താ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരാൾ അസിയോട്രോപ്പ് ആവണമെങ്കിൽ അവിടെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷനാണ് അവര് ബൈനറി മിക്സ്ചർ ആയിരിക്കണം. എന്താ ബൈനറി മിക്സ്ചർ എന്ന് പറഞ്ഞാൽ? 2 കമ്പോണന്റ് അടങ്ങിയ മിക്സ്ചറുകളെയാണ് നമ്മൾ ബൈനറി മിക്സ്ചർ എന്ന് പറയുക. രണ്ടാമത്തെ കണ്ടീഷൻ സെയിം കോമ്പോസിഷൻ ആയിരിക്കണം ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. ലിക്വിഡ് ആണെങ്കിലും വേപ്പർ ആണെങ്കിലും അവരുടെ കോമ്പോസിഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം, അവർ ബോയിൽ ചെയ്യുക കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഒരേ കോമ്പോസിഷൻ ബൈനറി മിക്സ്ചർ ബോയിൽ ചെയ്യുക കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഈ ടൈപ്പ് ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക മക്കളെ? അസിയോട്രോപ്പുകൾ എന്ന് വിളിക്കുക. ഇനി അസിയോട്രോപ്പുകൾ നിങ്ങൾക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും, 2 മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും. എന്താ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ? എടാ, ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ കാണിക്കുന്ന ആൾക്കാർ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് റൗൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. പഠിച്ചോ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് റൗൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുക. അതിൻ്റെ എക്സാമ്പിൾ ആണ് 95% എത്തനോൾ സൊല്യൂഷനാണ്. 95% എത്തനോൾ സൊല്യൂഷൻ. ഓക്കെ, ഇനി മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന? എന്താ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? റൗൾസ് ലോയിൽ നിന്നും ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആള്. റൗൾസ് ലോയിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുക. റൗൾസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ പഠിക്കണേ. 68% നൈട്രിക് ആസിഡും 32% വാട്ടറും അടങ്ങിയ മിക്സ്ചർ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പാണ്. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അസിയോട്രോപ്പ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. കണ്ടോ, റൗൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ വാട്ട് ഈസ് മീൻ ബൈ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ സൊല്യൂഷൻ, വാട്ട് ആർ അസിയോട്രോപ്പ്. കണ്ടോ, ഈ രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് ഉണ്ടാവാറ്. അതങ്ങനെ തന്നെ പഠിക്കും.
ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഒരു സെക്ഷൻ നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. അടുത്ത സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, ദാറ്റ് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എപ്പോഴും ചോദിക്കും എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. സൊല്യൂട്ടിന്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ആ സൊല്യൂട്ടിന്റെ നാച്ചുറിനെ ഡിപ്പെൻഡ് ചെയ്യൂല, സൊല്യൂട്ടിന്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എടാ, നിങ്ങൾക്ക് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, 4 ഓസ്മോട്ടിക് പ്രഷർ പൈ. ഇപ്പൊ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. അതിൽ എപ്പോഴും ഇവിടുന്ന് പ്രോബ്ലം ചോദിക്കാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് മക്കളോട് ചോദിക്കാം പ്രോബ്ലം ആയിരിക്കും. അതിൽ ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഒരു സോൾവെന്റ് ഉണ്ട്. കണ്ടന്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഹെഡിങ് പഠിച്ച ഒരാൾക്ക് കണ്ടന്റ് പഠിക്കാൻ നല്ല എളുപ്പമാണ്. ഞാൻ അങ്ങനെ പറയാറ്, ഹെഡിങ് പഠിച്ച ഒരാൾക്ക് കണ്ടന്റ് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ കയ്യിലൊരു പ്യുവർ സോൾവെന്റ് ഉണ്ട്, അതിലോട്ട് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യും. എപ്പോഴും അങ്ങനെ ചെയ്യുക. പ്യുവർ സോൾവെന്റ്, അതിലോട്ട് ഞാനൊരു സൊല്യൂട്ട് ആഡ് ചെയ്തു. ആ സമയത്ത് സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയാണ് ചെയ്യുക. സോൾവെന്റിനേക്കാളും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. കുറവ് എന്നുള്ളതാണ് കണ്ടോ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതാ പറഞ്ഞത്, ഹെഡിങ് പഠിച്ചാൽ ആ കണ്ടന്റ് തലയിൽ കിട്ടും. എപ്പോഴും ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു സോൾവെന്റ് എടുക്കുന്നു, അതിലോട്ട് സൊല്യൂട്ട് ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കുന്നു. ഇവിടെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാ. അപ്പൊ ആ ഉണ്ടായ സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയാണ് ചെയ്യുക. മക്കൾ ഇവിടുന്ന് ഒരു ഇക്വേഷൻ പഠിക്കണം. ഇതാണ് പ്രോബ്ലം ആയിട്ട് ചോദിക്കുക. ഇക്വേഷൻ ആണ് P0A മൈനസ് PA ബൈ P0A ഈസ് ഈക്വൽ ടു WB ബൈ MB ഇൻറ്റു MA ബൈ WA. അതായത് P0A എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ, PA എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. ഓക്കെ, P0A എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്, സോൾവെന്റ് മാത്രമുള്ളപ്പോൾ ഉള്ള വേപ്പർ പ്രഷർ. PA എന്ന് പറഞ്ഞാൽ അത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ, ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ആണ് ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. മക്കളോട് പ്രോബ്ലം ചോദിക്കാറ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ആ വാക്ക് തന്നെ ഉണ്ട്, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എടാ, ഒരു സോൾവെന്റ് എടുത്തു, ആ സോൾവെന്റിലോട്ട് നിങ്ങൾ സൊല്യൂട്ട് ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കിയാൽ ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്താ? ഹെഡിങ് നോക്ക്, എലവേറ്റ്, ബോയിലിംഗ് പോയിന്റ് കൂടും. ഞാൻ പറഞ്ഞു ഹെഡിങ് പഠിച്ചാൽ മതി. അതായത് ഒരു സോൾവെന്റ്, അതിലേക്കൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു, ഇപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടിയല്ലോ, ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എടാ, അതിൻ്റെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചോ, ഡെൽറ്റ TB എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി സ്മോൾ ലെറ്റർ M. ദാറ്റ് ഈസ് ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു, പ്രോബ്ലം ചോദിക്കുന്ന ഇക്വേഷൻ WB ബൈ MB ഇൻറ്റു 1000 ബൈ മൊളാലിറ്റി ആണ്. അപ്പോൾ WA, മൊളാലിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇവിടെ KB കൂടി മൾട്ടിപ്ലൈ ആണ്, അത് മറന്നു, KB ഇൻറ്റു എന്നല്ലേ. ഇപ്പം നോക്കടാ, KB ഇൻറ്റു മൊളാലിറ്റി അല്ലേ. എന്താ മൊളാലിറ്റിയുടെ ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞു? WB ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA എന്നുള്ളതാണ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഇതിൽ KB പേര് എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ്, ഒരു കോൺസ്റ്റന്റ് ആണ്, എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി മക്കളെ ഒരു പ്രോബ്ലം നോക്കടാ. ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ, അതായത് ബെൻസീൻ ആണ് ഇവിടുത്തെ സോൾവെന്റ്. ആ പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് 353. അപ്പൊ പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിന് ഞാൻ T0B എന്ന് റെപ്രസെന്റ് ചെയ്യും, 353.23. ഓക്കെ, അതിലോട്ട് ഞാൻ 1.8 ഗ്രാം ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് WB ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് 1.8 ആണ്.
ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. 90 ഗ്രാം ബെൻസീൻ ഉണ്ട്, ബെൻസീൻ അല്ലേ സോൾവെന്റ്, WA ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് 90 ഗ്രാം ആണ്. ദ ബോയിലിംഗ് പോയിന്റ് ഈസ് റേസ്ഡ്, ബോയിലിംഗ് പോയിന്റ് കൂടി, എലവേറ്റ് ചെയ്തു, അതാണ് TB. സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് TB, ദാറ്റ് ഈസ് 354.11 ആയി. മൊളാർ മാസ് കാണണം. മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആരാ? MB ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുക. നിങ്ങളോട് ഒരു 90% പ്രോബ്ലത്തിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുക MB ആണ്, മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. KB ഫോർ ബെൻസീൻ തന്നിട്ടുണ്ട്, KB ക്വസ്റ്റ്യനിൽ 2.53 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇക്വേഷൻ എങ്ങനെ കാണാം, ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു WB ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. നമുക്കിതിൽ MB ആണ് കാണേണ്ടത്, കാണേണ്ട ആൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഡെൽറ്റ TB അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പം എന്താ വരിക, MB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു WB ബൈ ഡെൽറ്റ TB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. സിമ്പിളാണ്. എടാ ഇതിലെങ്ങനെ എല്ലാം കൊടുത്തൂടെ, MB ഈസ് ഈക്വൽ ടു KB എന്ന് പറഞ്ഞാൽ 2.53 ഇൻറ്റു WB എന്ന് പറഞ്ഞാൽ അത് 1.8. ഡെൽറ്റ TB എങ്ങനെ കാണുക, വലിയ ബോയിലിംഗ് പോയിന്റിൽ നിന്ന് ചെറിയ ബോയിലിംഗ് പോയിന്റ് കുറക്കുക. വലിയ വാല്യൂ ഇതല്ലേ വലുത്, 354 അല്ലേ വലുത്, 353 ചെറുതല്ലേ, വലുതെന്ന് ചെറുത് കുറച്ചാൽ ചേഞ്ച് കാണാം, ഡെൽറ്റ കാണാം. ഇപ്പം വലുത് 354.11 മൈനസ് ചെറുത് 353.23. ഓക്കെ, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA 90. മക്കളെ ഇത് ചെയ്താൽ നിങ്ങൾക്ക് മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് MB കിട്ടും. മൊളാർ മാസ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ഗ്രാം പെർ മോളിലായിരിക്കും, ഗ്രാം പെർ മോളിലായിരിക്കും. ഈ രീതിയിൽ വേണം മക്കൾ നിങ്ങളുടെ ഏത് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാനിട, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ക്ലിയർ ആണല്ലോ. ഇനി ഇതേപോലത്തെ അടുത്തൊരാളാണ്, മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ്. എടാ എന്താ ഈ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ്? ഒന്നുമില്ലടാ, നിങ്ങളുടെ കയ്യിലൊരു സോൾവെന്റ് ഉണ്ട്, അതിലോട്ട് ഞാനൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു, ആ സമയത്ത് ആ സൊല്യൂഷന്റെ ഫ്രീസിങ് പോയിന്റ് കുറയാ ചെയ്യുക. ബോയിലിംഗ് പോയിന്റ് കൂടുന്നു പറഞ്ഞല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രീസിങ് പോയിന്റ് കുറയും. അവിടെ നിങ്ങളോട് ഡെൽറ്റ TF ആണ് കാണാൻ പറയുക, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഇക്വേഷൻ പഠിച്ചോ, KF ഇൻറ്റു മൊളാലിറ്റി. മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താ, WB ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഇവിടെ ഡെൽറ്റ TF ആയി, KF ആയി. KFിൻ്റെ പേരാണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. KB എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലേ, KF ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്, ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. ഇനി നോക്കടാ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, 1 ഗ്രാം സൊല്യൂട്ട്, അപ്പോൾ WB ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് 1 ഗ്രാമാണ്. 50 ഗ്രാം ബെൻസീനിൽ ഡിസോൾവ് ചെയ്യുന്നു, അപ്പോൾ WA ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് 50 ഗ്രാം ആണ്. ഫ്രീസിങ് പോയിന്റ് ആ സമയത്ത് ലോവർ ചെയ്തു, കുറഞ്ഞു. എത്ര കുറഞ്ഞു എന്ന് പറഞ്ഞാലോ 0.4. അപ്പോൾ ഡെൽറ്റ TF നമുക്ക് തന്നിട്ടുണ്ട്, അത് 0.40 കെൽവിനാണ്. ഓക്കെ, ഇനി KFിൻ്റെ വാല്യൂ ഇതാ, ബെൻസീൻ്റെ KF വാല്യൂ 5.12. മക്കളോട് മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് MB കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. MB കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താടാ ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ എന്താ, ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു WB ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. മക്കളോട് MB കാണാൻ പറഞ്ഞു, MB ഇങ്ങോട്ട്, ഡെൽറ്റ TF അങ്ങോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. MB ഇങ്ങോട്ട് കൊണ്ടുവരിക, MB ഈസ് ഈക്വൽ ടു KF ഇൻറ്റു WB ബൈ ഡെൽറ്റ TF ഇൻറ്റു 1000 ബൈ WA. എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യനിലുണ്ട്. ആ ഡെൽറ്റ TF ആണ് തന്നിട്ടുള്ളത്, ലോവേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, അത് അതിൽ കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വലിയ പണിയൊന്നുമില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട
ഒരു കാര്യം. യെസ്, അത് കഴിഞ്ഞാൽ മക്കളോട് ചോദിക്കുന്ന അടുത്ത 4ാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. എന്താ ഓസ്മോസിസ്? സാറ് പിക്ചർ വരച്ച് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഞാനൊരു ബീക്കർ എടുത്തു, ഇതിനെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാണ്. സെപ്പറേറ്റ് ചെയ്യാൻ വെക്കുന്ന മെംബ്രെയിൻ്റെ പേരാണ് SPM. ഈ SPMൻ്റെ ഫുൾ ഫോമാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്താ SPMൻ്റെ ഫുൾ ഫോം? സെമി പെർമിയബിൾ മെംബ്രെയിൻ. ലെഫ്റ്റ് സൈഡിൽ ഞാൻ പ്യുവർ സോൾവെൻറ്റിനെ വെക്കുന്നു, റൈറ്റ് സൈഡിൽ ഞാൻ സൊല്യൂഷൻ എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്യുവർ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷൻ്റെ സൈഡിലോട്ടാണ് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. പ്യുവർ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷൻ്റെ സൈഡിലോട്ട് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്യും. ആ ഫിനോമിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. അപ്പം എന്താ ഓസ്മോസിസ്? ഇറ്റ് ഈസ് ദ, നോക്കടാ, ഓസ്മോസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം പ്യുവർ സോൾവെൻറ്റ് ടു സൊല്യൂഷൻ ത്രൂ ഏത് മെമ്പറൈനാ? സെമി പെർമിയബിൾ മെമ്പറൈൻ എന്നാണ്. അപ്പൊ സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ പ്യുവർ സോൾവെന്റിന്റെ സൈഡിൽ നിന്നും സൊല്യൂഷന്റെ സൈഡിലോട്ടുള്ള സോൾവെന്റിന്റെ മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. ഇനി എന്താണ് സാർ ഓസ്മോട്ടിക് പ്രഷർ എന്ന് ചോദിച്ചാൽ, എടാ ഞാൻ ഈ പ്യുവർ സോൾവെന്റിന്റെ സൈഡിൽ ഒരു പ്രഷർ കൊടുക്കുകയാണ്. പ്യുവർ സോൾവെന്റിന്റെ സൈഡിൽ ഞാനൊരു പ്രഷർ കൊടുക്കുക. ആ പ്രഷർ കാരണം, നോക്കണേ, പ്യുവർ സോൾവെന്റിന്റെ സൈഡിലല്ല, സൊല്യൂഷന്റെ സൈഡിൽ, മാറി പറഞ്ഞു, സൊല്യൂഷന്റെ സൈഡിൽ ഞാനൊരു പ്രഷർ കൊടുക്കുക. ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ, സൊല്യൂഷന്റെ സൈഡിൽ ഞാനൊരു പ്രഷർ കൊടുത്തു. ആ പ്രഷർ കാരണം ഓസ്മോസിസ് സ്റ്റോപ്പായി. അങ്ങനെ ഓസ്മോസിസ് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സസ് പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിന്റെ മക്കള് പൈ എന്നാ റെപ്രസെന്റ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ ആണ് CRT. പൈ ഈസ് ഈക്വൽ ടു CRT. ഇനി മക്കളെ, സി എന്ന് പറഞ്ഞാൽ അത് മൊളാരിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ആ കോൺസെൻട്രേഷൻ ക്യാപിറ്റൽ ലെറ്റർ M മൊളാരിറ്റി ആണ്. ഇത്രയും നേരം മൊളാലിറ്റി ആയിരുന്നു, ഇവിടെ മൊളാരിറ്റി ആണ്. അപ്പൊ ഇക്വേഷൻ ഒന്ന് മാറ്റിക്കുക. എങ്ങനെ വരിക? പൈ ഈസ് ഈക്വൽ ടു, മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താ വരിക? WB/MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ VML ഇൻറ്റു RT. ഇതല്ലേ മൊളാരിറ്റിയുടെ ഇക്വേഷൻ? അപ്പൊ നിങ്ങൾ അത് വെച്ച് ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷനും ഒന്ന് മോഡിഫൈ ചെയ്തു. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ മക്കളെ അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഒന്ന് അറിയണം. എന്താണ് ഓസ്മോട്ടിക് പ്രഷറിന്റെ ബെനിഫിറ്റുകൾ എന്ന്? എടാ, ഇത് റൂം ടെമ്പറേച്ചറിൽ മെഷർ ചെയ്യാം. അതായത് നിങ്ങൾ പഠിച്ച ബാക്കിയുള്ള 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഓസ്മോട്ടിക് പ്രഷറിന് എന്തൊക്കെ മെച്ചം, ബെനിഫിറ്റ് ഉണ്ട് എന്ന്. ഒന്ന്, ഇയാളെ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ മെഷർ ചെയ്യാൻ പറ്റും. നോർമൽ ടെമ്പറേച്ചറിൽ ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ മൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. മൊളാലിറ്റിക്ക് പകരം നിങ്ങളുടെ യൂസ് ചെയ്യുന്നത് മൊളാരിറ്റി ആണ്. അടുത്തത്, ഓസ്മോട്ടിക് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര ലാർജാ. ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്ത് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് വലിയ വാല്യൂ കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒക്കെ ഒന്നും കൂടി ഈസിയാണ്. ഓക്കെ, നാലാമത്തെ കാര്യം, ഈ മെത്തേഡ് നിങ്ങൾക്ക് ബയോമോളിക്യൂൾസിൻ്റെ ഒക്കെ മോളിക്കുലാർ മാസ് മെഷർ ചെയ്യാൻ എടുക്കാം. പ്രോട്ടീനൊക്കെ പോലുള്ള, പോളിമർ പോലുള്ള ബയോമോളിക്യൂളുകളുടെ മൊളാർ മാസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഒന്നുമല്ല. ഏതാ? അത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ 4 മെച്ചം, 4 ബെനിഫിറ്റ് മക്കളോട് എക്സാമിന് ഷുവറാണ്, പഠിച്ചു വെച്ചോ നിങ്ങൾ. ഓക്കെ, ഓസ്മോസിസ് ആയി, റിവേഴ്സ് ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷറായി. ഇനി എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന്? എടാ കേട്ടോ, ഒന്നുമില്ല, ഞാൻ ഫ്രഷ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് പ്യുവർ സോൾവെന്റ്. ഫ്രഷ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്യുവർ സോൾവെന്റ്. സാൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് സൊല്യൂഷനാണ്. സാൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് സൊല്യൂഷനാണ്. ഇപ്പൊ ഞാൻ ഇവിടെ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുകയാണ്. സൊല്യൂഷന്റെ സൈഡിൽ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും
കൂടിയ ഒരു പ്രഷർ കൊടുത്താൽ എന്താ സംഭവിക്കുക എന്നറിയോ? സോൾട്ട് വാട്ടറിൽ നിന്നും ഫ്രഷ് വാട്ടറിലോട്ട്, അതായത് സൊല്യൂഷൻ്റെ സൈഡിൽ നിന്നും സോൾവെൻറ്റിൻ്റെ സൈഡിലോട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഓസ്മോസിസ്. ഓസ്മോസിസ് സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷൻക്കായിരുന്നു, സൊല്യൂഷനിൽ നിന്നും സോൾവെൻറ്റിലേക്ക് പാർട്ടിക്കിൾസ് തിരിച്ചു ഫ്ലോ ചെയ്യും. ആ പരിപാടിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഈ റിവേഴ്സ് ഓസ്മോസിസ് നിങ്ങൾ 2 സ്ഥലത്താണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതിൻ്റെ അപ്ലിക്കേഷന് ഒന്ന് വാട്ടർ പ്യൂരിഫിക്കേഷനിൽ, വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ മക്കൾ റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യാറുണ്ട്. 2 ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ, അതായത് ഉപ്പ് റിമൂവ് ചെയ്യാൻ, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ. കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ടടാ? ഈ റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷനും കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് സൊല്യൂഷനുകൾ പഠിക്കണം. അതിലൊന്നാമത്തെ ആളാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ പഠിച്ചോ, സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ. 2 സൊല്യൂഷനുകളുടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ ആ സൊല്യൂഷൻസിന് നമ്മൾ വിളിക്കുന്ന പേര് ഐസോട്ടോണിക് സൊല്യൂഷനാണ്. അതിൻ്റെ എക്സാമ്പിളാണ് പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ. പൈ ഓഫ് 0.9% NaCl സൊല്യൂഷൻ എന്തിന് ഈക്വലാന്നറിയോ? പൈ ഓഫ് ബ്ലഡിന്. അതായത് ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷറും 0.9% NaCl സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറും സെയിം ആണ്. അതുകൊണ്ട് ഇവർ ഐസോട്ടോണിക് ആണ്. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്കാർ എങ്ങനെ പഠിക്കാന്നറിയോ? ഇപ്പം എൻ്റെ കയ്യിൽ എ ഉണ്ട്, ബി ഉണ്ട്. പൈ ഓഫ് എ ഗ്രേറ്റർ ദാൻ പൈ ഓഫ് ബി ആണ്. എയുടെ ഓസ്മോട്ടിക് പ്രഷർ ബിയുടെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലുതാണ്. അപ്പോൾ എ അല്ലേ വലുത്? ആ വലിയ ആളെ നിങ്ങൾ വിളിക്കുന്ന പേര് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ആരെ ഓസ്മോട്ടിക് പ്രഷർ ആണോ കൂടുതൽ അയാൾ ഹൈപ്പർടോണിക്. ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ ആൾ ബി അല്ലേ, അയാളെ നിങ്ങൾ വിളിക്കുന്ന പേര് ഹൈപ്പോട്ടോണിക്. അതായത് 2 സൊല്യൂഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൂടിയ ആള് ഹൈപ്പർടോണിക്, ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ ആള് ഹൈപ്പോട്ടോണിക്. അതാണ് ഹൈപ്പർടോണിക്കും ഹൈപ്പോട്ടോണിക്കും. ഓക്കെ അല്ലേ? റെഡി? യെസ്. ഇനി മക്കളെ ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടോ, വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്, മെൻഷൻ എനി വൺ ഓഫ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. ലാസ്റ്റ് അബ്നോർമൽ മൊളാർ മാസ്. അതായത് നിങ്ങളിപ്പോൾ കണ്ടെത്തിയ ഈ ഓസ്മോട്ടിക് പ്രഷർ, കുറേ കാര്യങ്ങൾ, കുറേ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മക്കളിപ്പോൾ പഠിച്ചു. ആ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലും നിങ്ങൾ മൊളാർ മാസ് ആണ് കണ്ടെത്താറ്. ആ മൊളാർ മാസിൽ തെറ്റുണ്ടാവാറുണ്ട്, അബ്നോർമാലിറ്റി ഉണ്ടാവാറുണ്ട്. അങ്ങനെ തെറ്റുള്ള മൊളാർ മാസിനെ വിളിക്കുന്ന പേരാണ് അബ്നോർമൽ മൊളാർ മാസ്. എടാ നിങ്ങളെ ഇപ്പം 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് മൊളാർ മാസ് കണ്ടെത്തുമല്ലോ, ആ മൊളാർ മാസിൽ എറർ ഉണ്ടാവാറുണ്ട്, തെറ്റുണ്ടാവാറുണ്ട്. തെറ്റുള്ള മൊളാർ മാസിനെ നിങ്ങൾ വിളിക്കുന്ന പേര് അബ്നോർമൽ മൊളാർ മാസ്. അങ്ങനെ തെറ്റുണ്ടാവാനുള്ള കാരണം, റീസൺ എന്താന്ന് ചോദിച്ചാൽ പഠിച്ചോ, അത് അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് പാർട്ടിക്കിളാ. പാർട്ടിക്കിൾസിൻ്റെ അസോസിയേഷനോ അല്ലെങ്കിൽ ഡിസോസിയേഷനോ ആണ് അങ്ങനെ മൊളാർ മാസിൽ തെറ്റുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അങ്ങനെ മൊളാർ മാസിൽ തെറ്റുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. മക്കളത് പഠിച്ചു വെക്കണം. ഇനി എന്താണ് അസോസിയേഷനും ഡിസോസിയേഷനൊക്കെ ഒന്ന് പഠിക്കണേ. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസ് കൂടിച്ചേരല്ലേ, കൂടിച്ചേരുമ്പോൾ അസോസിയേഷൻ നടക്കുമ്പോൾ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയാണ് ചെയ്യുക. കുറേ പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരാളായി മാറി, ഇപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കട്ടോ, 2 അസറ്റിക് ആസിഡ്, 2 CH3COOH ആരായിട്ട് മാറിയെന്നറിയോ? CH3COOH
ട്വൈസ് ആയിട്ട് മാറി. ഓക്കെ, രണ്ടെണ്ണം വേറെ നിന്നിരുന്നത് ഒരുമിച്ചായിട്ട് CH3COOH ട്വൈസ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ അബ്നോർമൽ മോളാർ മാസ് ഉണ്ട്, അതിന് അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ആണ് കാരണം. ആ അബ്നോർമൽ മോളാർ മാസ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ആളാണ് വാൻ ഡെ ഹോഫ് ഫാക്ടർ I. അബ്നോർമാലിറ്റിയെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ് വാൻ ഡെ ഹോഫ് ഫാക്ടർ I കാണാൻ കുറേ ഇക്വേഷൻ ഉണ്ട്, പക്ഷെ ബോർഡ് എക്സാമിന് മക്കൾ പഠിക്കേണ്ടത് I ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അസോസിയേഷനോ ഡിസോസിയേഷനോ ശേഷമുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബൈ മുമ്പുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദാറ്റ് ഈസ് നിങ്ങൾ എങ്ങനെ ചെയ്യാം? വാൻ ഡെ ഹോഫ് ഫാക്ടർ I കാണാൻ ശേഷം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇവിടെ മുമ്പിൽ നമ്പർ ഒന്നുമില്ല, 1 ബൈ ബിഫോർ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? മുമ്പിലുള്ള നമ്പർ നോക്കുക, 1/2. ഇപ്പോൾ 1/2 ആണ് അസോസിയേഷൻ ഇതിലെ വാൻ ഡെ ഹോഫ് ഫാക്ടർ. ഇനി അടുത്തതും കൂടി പറയുമ്പോൾ മനസ്സിലാവും. ഡിസോസിയേഷൻ മക്കളെ, ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേ ഒരാൾ സ്പ്ലിറ്റ് ആയിട്ട് കുറേ ആൾക്കാരായിട്ട് മാറുക. ഡിസോസിയേറ്റ് ആയി പറയുമ്പോൾ ഒരാൾ സ്പ്ലിറ്റ് ആയിട്ട് കുറേ ആൾക്കാരായിട്ട് മാറുക. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടും അല്ലേ. ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരാൾ സ്പ്ലിറ്റ് ആയിട്ട് കുറേ ആളായല്ലോ, അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടി. ദാറ്റ് ഈസ് എക്സാമ്പിൾ, NaCl സ്പ്ലിറ്റ് ആയിട്ട് Na+ഉം Cl- ആയി. അതിൻ്റെ വാൻ ഡെ ഹോഫ് ഫാക്ടർ I കാണുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ, ആഫ്റ്റർ ഒരു Na ഒരു Cl 1 ഇപ്പം 2 അല്ലേ, 2 ബൈ ബിഫോർ ഡിസോസിയേഷൻ NaCl മാത്രമേ ഉള്ളൂ. NaCl ഒറ്റ ആളായിട്ടാണ് പരിഗണിക്കുക. ദാറ്റ് ഈസ് 2/1. ആൻസർ 2 ആ. ഇനി ഒരാളെയും കൂടി K2SO4 എടുത്തു സാറ്. K2SO4 ഇത് സ്പ്ലിറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? K എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജ് K+ ആ. ഇവിടെ 2 ഉണ്ട്, 2 K ഉണ്ടല്ലോ, ഇപ്പം 2K+ പ്ലസ് SO4 ഒറ്റാള് SO4 2-. ഇനി വാൻ ഡെ ഹോഫ് ഫാക്ടർ I കാണുമ്പോൾ ആഫ്റ്റർ ഡിസോസിയേഷൻ ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാടാ? ആഫ്റ്റർ 2 1 2 1 2 1 3 ബൈ ഇവിടെ ഇത് K2SO4 ഒറ്റാളാണ്, മുമ്പിൽ 1 അല്ലേ നമ്പർ, ഒറ്റാള് 3/1. വാൻ ഡെ ഹോഫ് ഫാക്ടറിൻ്റെ വാല്യൂ 3 ആണ്. അപ്പം ഈ രീതിയിലാണ് മക്കൾ അസോസിയേഷൻ്റെയും ഡിസോസിയേഷൻ്റെയും വാൻ ഡെ ഹോഫ് ഫാക്ടറുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ എബൌട്ട് ദ ചാപ്റ്റർ സൊല്യൂഷൻ. മക്കളെ അടിപൊളിയായിട്ട് നിങ്ങൾ സെറ്റാക്കി ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് മക്കളെ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റാക്കി വെച്ചോ.